أعوذ بالله من الشيطان الرجيم وإن طلقتموهن من قبل أن تمسوهن وقد فرضتم لهن فريضة فنصف ما فرضتم إلا أن يعفون أو يعفو الذي بيده عقدة النكاح وأن تعفوا أقرب للتقوى ولا تنسوا الفضل بينكم إن الله بما تعملون بصير. 237 വചനം. وإن طلقتموهن من قبل أن تمسوهن وقد فرضتم لهن فريضة. ഇനി നിങ്ങൾ അവരെ സ്പർശിക്കുന്നതിന് മുമ്പ് വിവാഹബന്ധം വേർപ്പെടുത്തിയത് അവരുടെ വിവാഹമൂല്യം നിശ്ചയിച്ചിട്ടുള്ള അവസ്ഥയിലാണെങ്കിൽ ഫനിസ്ഫു മാ ഫറൽത്തും, അപ്പോൾ നിശ്ചിത വിവാഹമൂല്യത്തിൻ്റെ പകുതി നൽകേണ്ടതാണ്. ഇല്ലാ അൻ യഅഫൂൻ, അവർ വിട്ടുവീഴ്ച ചെയ്യുന്നുവെങ്കിലല്ലാതെ. ഔ യഅഫു അല്ലദീ ബിയദിഹി ഉഖ്ദത്തുൻ നിക്കാഹ്, അല്ലെങ്കിൽ വിവാഹ ഉടമ്പടിയുടെ കൈവശക്കാരൻ മുഴുവൻ വിവാഹമൂല്യവും നൽകാൻ സന്നദ്ധനായിക്കൊണ്ട് വിട്ടുവീഴ്ച ചെയ്യുകയോ ചെയ്താലല്ലാതെ. വഅൻ തഅഫൂ അഖ്റബു ലിത്തഖ്വാ, എന്നാൽ നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുന്നതാണ് ദൈവഭക്തിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത്. വലാ തൻസവുൽ ഫദ്ല ബൈനക്കും, നിങ്ങൾ അന്യോന്യം ഔദാര്യം കാണിക്കാൻ മറക്കരുത്. ഇന്നല്ലാഹ ബിമാ തഅമലൂന ബസീർ, തീർച്ചയായും നിങ്ങൾ ചെയ്യുന്നതൊക്കെയും അള്ളാഹു കാണുന്നുണ്ട്. 237 ഈ വചനവും കഴിഞ്ഞ വചനത്തിൻ്റെ ഒരു തുടർച്ച പോലെയാണ്. വഇൻ ത്വല്ലഖ്തുമൂഹുന്ന, ഇനി നിങ്ങൾ അവരെ വിവാഹമോചനം ചെയ്യുകയാണെങ്കിൽ, വിവാഹബന്ധം ഏർപ്പെടുത്തുകയാണെങ്കിൽ, മിൻ ഖബ്ലി അൻ തമസ്സൂഹുന്ന, അവരെ സ്പർശിക്കുന്നതിന് മുമ്പ്, വഖദ് ഫറൽത്തും ലഹുന്ന ഫരീദ, വിവാഹമൂല്യം നിർണയിച്ച് നൽകുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരവസ്ഥയിൽ വിവാഹമോചനം നടത്തുകയാണെങ്കിൽ, ഇവിടെ കഴിഞ്ഞ വചനവും ഈ വചനവും തമ്മിലുള്ള വ്യത്യാസം, ഒന്നാമത്തെ അവസ്ഥ രണ്ടാമത്തെ അവസ്ഥയും തമ്മിലുള്ള വ്യത്യാസം വളരെ ക്ലിയറാണ്. ഒന്നാമത്തെ അവസ്ഥയിലും ശാരീരിക ബന്ധം ഉണ്ടാകുന്നതിന് മുമ്പാണ് വിവാഹബന്ധം ഏർപ്പെടുത്തുന്നതിനെക്കുറിച്ച് പറഞ്ഞത്. ഇവിടെയും അങ്ങനെയാണ്. പക്ഷെ അവിടെയും ഇവിടെയും തമ്മിലുള്ള വ്യത്യാസം, ഒന്നാമത്തെ അവസ്ഥയിൽ ശാരീരിക ബന്ധം ഉണ്ടാകുന്നതിന് മുമ്പ് അതുപോലെ തന്നെ വിവാഹമൂല്യം നിശ്ചയിച്ചിട്ടുമില്ല, അങ്ങനത്തെ അവസ്ഥയിലാണെങ്കിൽ. ഇവിടെയാണെങ്കിലോ, ഇവിടെ ഫറൽത്തും ലഹുന്ന ഫരീദ പറഞ്ഞു. വിവാഹമൂല്യം എന്ത് ചെയ്തിട്ടുണ്ട്? വഖദ് ഫറൽത്തും ലഹുന്ന ഫരീദ, നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ വിവാഹമൂല്യം നിശ്ചയിച്ചിട്ടുണ്ട്, ഇത്രയെന്ന് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ല, കണക്കൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ അവസ്ഥയിലാണെങ്കിൽ അപ്പോൾ വേറെ നിയമമാണ്. എന്താണ് അവിടുത്തെ നിയമം? അങ്ങനെയാണെങ്കിൽ അപ്പം മഹർ ഇത്രയാണെന്ന് പറഞ്ഞു, അത് കണക്കാക്കിയിട്ടുണ്ട്, ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള അവസ്ഥയിൽ ശാരീരിക ബന്ധം ഉണ്ടാകുന്നതിന് മുമ്പാണ് വിവാഹമോചനമെങ്കിൽ ഫനിസ്ഫു മാ ഫറൽത്തും, അപ്പോൾ നിങ്ങൾ നിശ്ചയിച്ച വിവാഹമൂല്യത്തിൻ്റെ പകുതി
അവർക്ക് അഥവാ സ്ത്രീകൾക്ക് ഭാര്യമാർക്ക് നൽകണം. ഫനിസ്ഫുമാ ഫറൽത്ത്. അപ്പോൾ പകുതി വിവാഹമൂല്യത്തിൻ്റെ പകുതിയുടെ അവകാശം ആർക്കുണ്ട്? സ്ത്രീക്കുണ്ട്. ബാക്കി പകുതി ഈ പുരുഷന്, ഭർത്താവായ ഈ പുരുഷനുണ്ട്. മനസ്സിലായല്ലോ? അതാണ് അതിൻ്റെ നിയമം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ മനുഷ്യരുടെ, വിശേഷിച്ചും സ്ത്രീകളുടെ വൈകാരികതയാണ് ഇവിടെ പരിഗണിക്കുന്നത്. ഒരു സ്ത്രീയെ വിവാഹം അന്വേഷിച്ചു, നിക്കാഹ് കഴിഞ്ഞു, മഹർ നിശ്ചയിച്ചു. അതോടുകൂടി തന്നെ ആ സ്ത്രീ ഈ പുരുഷനുമായുള്ള ബന്ധമുണ്ടായി. അവളുടെ ഹൃദയം ഈ പുരുഷനിൽ കെട്ടിയിടപ്പെട്ട അവസ്ഥയിലാണ്. അത്തരത്തിലുള്ളൊരവസ്ഥയിലാണ് ഈ പുരുഷൻ പെട്ടെന്ന് പിൻവാങ്ങുന്നത്. എന്തെങ്കിലും കാരണങ്ങളുണ്ടാകാം, നമ്മൾ കഴിഞ്ഞ വചനങ്ങളിൽ പറഞ്ഞല്ലോ. എന്നുവെച്ചാൽ സന്തോഷം മുറ്റി നിൽക്കുന്ന അന്തരീക്ഷമാണല്ലോ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം. അത് തൻ്റെ വിവാഹം കഴിഞ്ഞു, ആ ഒരവസ്ഥയിൽ അവിടുന്നാണ് പെട്ടെന്ന് പിന്മാറുന്നത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ത്രീകളുടെ മാനസികാവസ്ഥയാണ് ഇവിടെ പരിഗണിക്കുന്നത്, അവരുടെ വൈകാരികതയെയാണ് പരിഗണിക്കുന്നത്. അപ്പോൾ അത്തരം അവസ്ഥയിൽ നിങ്ങൾ നിശ്ചയിച്ച മഹറിൻ്റെ പകുതി ആ സ്ത്രീക്ക് നൽകേണ്ടതാണ് എന്നാണ്. ശരിയാണ്, ചിലപ്പോൾ പുരുഷൻ പറയും, ഞാൻ അവളുമായി വീട് കൂടിയിട്ടില്ല, ശാരീരിക ബന്ധം ഉണ്ടായിട്ടില്ല. അതൊക്കെ പുരുഷന് പറയാം, ശരിയാണ്. പക്ഷേ ഒരു കാര്യം പുരുഷന്മാർ മനസ്സിലാക്കണം, സ്ത്രീകളുടെ വൈകാരികതകളെ കൊണ്ട് കളിക്കാൻ പാടില്ല. അവരുടെ ഇമോഷൻസ് ഉണ്ടല്ലോ, അതിനെ പരിഗണിക്കണം. എന്താ അത്? വിവാഹം ചെയ്യുക, മഹർ നിശ്ചയിക്കുക, എന്നിട്ട് ആ സ്ത്രീ ഒരു സന്തോഷത്തിലെത്തുന്ന ഘട്ടത്തിൽ പെട്ടെന്ന് പിൻവലിക്കുക. ഇതെന്താ? കളി തമാശയല്ല വിവാഹം. ഇങ്ങനെ വിവാഹം പാടില്ല. അപ്പം അതുകൊണ്ട് നിങ്ങൾ അവർക്ക് വിവാഹമൂല്യത്തിന്, നിശ്ചയിച്ച വിവാഹമൂല്യത്തിൻ്റെ പകുതി അവർക്ക് നൽകേണ്ടതാണ്. ഇവിടെ സത്യത്തിൽ മനസ്സിലാക്കേണ്ടത്, വിവാഹ മൂല്യത്തിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ നമ്മളൊരു കാര്യം ഓർക്കേണ്ടത്, വിവാഹമൂല്യം നിർണയിക്കപ്പെട്ടിട്ടുണ്ട്, പക്ഷേ ശാരീരിക ബന്ധമുണ്ടായിട്ടില്ല. അതിനു മുമ്പാണ് ഈ വിവാഹമോചനം നടക്കുന്നത്. അപ്പോൾ സത്യത്തിൽ നിർണിത വിവാഹമൂല്യം മുഴുവൻ നൽകാൻ ഭർത്താവിന് ബാധ്യതയില്ല. എന്നാൽ അതിൻ്റെ പകുതി നൽകണം എന്നാണ് പറഞ്ഞത്. ഇത് വിവാഹമൂല്യമായിട്ടല്ല, മറിച്ച് ഇതൊരു മത്താ ആണ്. മത്താ എന്താ നമ്മൾ വിശദീകരിച്ചല്ലോ നേരത്തെ, മനസ്സിലായില്ലേ? വിവാഹമൂല്യം ആയിട്ടായിരുന്നുവെങ്കിൽ മഹർ നിശ്ചയിക്കാത്തവൾക്കും അവളെപ്പോലുള്ള മറ്റ് സ്ത്രീകൾക്ക് ലഭിക്കുന്ന വിവാഹമൂല്യത്തിൻ്റെ പകുതി നൽകാൻ കൽപ്പിക്കുമായിരുന്നു. ഇത് വിവാഹമൂല്യമല്ല, ഇത് മത്താ ആണ്. സഹശയനം നടന്നിട്ടില്ല, പക്ഷെ വിവാഹമൂല്യം നിർണയിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ വിവാഹമുക്തക്ക് നിർണയിക്കപ്പെട്ട വിവാഹമൂല്യത്തിൻ്റെ പകുതി മത്താ ആയി നൽകണം. അതാണ് ഇവിടെ ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. ശാരീരിക ബന്ധം ഉണ്ടായിട്ടില്ലാത്ത വിവാഹമുക്തയുടെ മത്താ അവൾക്ക് നിശ്ചയിക്കപ്പെട്ടതോ അർഹിക്കുന്നതോ ആയ വിവാഹമൂല്യത്തിൻ്റെ പകുതിയാണ്. മനസ്സിലായില്ലേ? പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ഈ ഇന്ത്യയെപ്പോലുള്ള സ്ഥലങ്ങളിൽ സത്യത്തിൽ ഈ വിവാഹമൂല്യം എന്ന് പറയുന്നത് ഒരു ചെറിയതായിരിക്കും. ഖുർആൻ അവതരിക്കുന്ന കാലത്തും ഇന്നും അറബ് നാടുകളിൽ മഹർ അല്ലെങ്കിൽ വിവാഹമൂല്യം എന്നത് നമ്മുടെ നാട്ടിലുള്ളതുപോലെ ഒരു നാമമാത്ര സംഖ്യയല്ല. നമ്മുടെ നാട്ടിൽ ചെറുതാണല്ലോ, മറിച്ച് അത് ഭീമമായ സംഖ്യയാണ്. മനസ്സിലായോ? ഭീമമായ ഒരു സംഖ്യയാണത്. അപ്പോൾ ഇന്നും അറബ് നാടുകളിൽ സ്ത്രീകളുടെ മഹർ എന്ന് പറയുന്നത് യുവാക്കൾക്ക് അത്ര എളുപ്പത്തിൽ സംഘടിപ്പിക്കാവുന്ന ചെറിയ തുകയല്ല. നമ്മുടെ നാട്ടിലുള്ള സ്ത്രീധനം അതല്ലെങ്കിൽ ആഭരണങ്ങൾ ഇതിനൊക്കെ കവച്ചു വെക്കുന്നതാണ് അത്.
അപ്പോൾ സത്യത്തിൽ ആ ഒരു അന്തരീക്ഷത്തിലാണ് യഥാർത്ഥത്തിൽ ഈ അള്ളാഹു ഈ നിയമം പറയുന്നത്. അതല്ലെങ്കിൽ ഒറിജിനൽ വിവാഹം, ഇസ്ലാമികമായ വിവാഹത്തിൻ്റെ ഒറിജിനൽ അവസ്ഥ എന്ന് പറഞ്ഞാൽ വിവാഹമൂല്യമാണ് എന്ത് ചെയ്യേണ്ടത്, വലുതാകേണ്ടത്, അല്ലാതെ എന്തല്ല, സ്ത്രീധനമല്ല. സ്ത്രീധനം ഇസ്ലാമിലില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ നിശ്ചയിക്കപ്പെടുന്ന ഭീമമായ ഒരു വിവാഹമൂല്യം ഉണ്ടാവും, ഇസ്ലാമിക നിയമം അനുസരിച്ചുള്ള വിവാഹമൂല്യം. അതിൻ്റെ പകുതിയാണ് താൻ സ്പർശിക്കുക പോലും ചെയ്യാത്ത സ്ത്രീക്ക് മത്തായി നൽകാൻ കൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ വിവാഹമൂല്യം ഒരു ചടങ്ങായി മാറിയിട്ടുണ്ട്. മഹർ ഒരു ചടങ്ങാണ്. പിന്നെ സ്ത്രീധനവും ആഭരണങ്ങളുമാണ് വിവാഹത്തിലെ മുഖ്യ സാമ്പത്തിക ഘടകം. നമുക്കൊക്കെ അറിയാം, 100ഉം 200ഉമൊക്കെ പവൻ അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്രയോ ലക്ഷങ്ങൾ സ്ത്രീധനം. ഇത്തരം വിവാഹങ്ങളിൽ മഹർ 5 പവനോ 10 പവനോ ഒക്കെ ആയിരിക്കും. ഇപ്പോൾ ഈ 5 പവൻ്റെയോ അല്ലെങ്കിൽ 10 പവൻ്റെയോ പകുതി എന്ന് പറഞ്ഞാൽ അതൊന്നും അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത്തരം വിവാഹങ്ങളിൽ ഭാര്യാഭർത്താക്കന്മാർ സഹശയനം നടത്തുന്നതിന് മുമ്പ് തലാഖ് നടന്നാൽ നിർണിത വിവാഹ മൂല്യത്തിൻ്റെ പകുതി എന്ന് പറയുന്നത് വളരെ തുച്ഛമായിരിക്കും, വളരെ തുച്ഛമായിരിക്കും. അപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ മറ്റെന്തെങ്കിലും തീരുമാനങ്ങളിലേക്ക് സ്വാഭാവികമായി ആ 2 കുടുംബങ്ങളും പോകേണ്ടി വരും. അത് ആ കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ഒക്കെ അവസ്ഥ അനുസരിച്ച് തീരുമാനിക്കാം. ഇത് മത്താഴാണ്. വിവാഹമൂല്യത്തിൻ്റെ നിർണിത വിവാഹമൂല്യത്തിൻ്റെ പകുതി കിട്ടാൻ എന്തായിരുന്നാലും സ്ത്രീക്ക് അവകാശമുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് സത്യത്തിൽ ഇതൊരു മത്താഴ് എന്ന നിലക്കും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന വലിയ ഒരു ഉദ്ദേശമുണ്ട്, ലക്ഷ്യമുണ്ട്. ആ സ്ത്രീയെ മാനസികമായി അവൾക്കൊരു പിരിമുറുക്കമുണ്ടാക്കിയതിനുള്ള പരിഹാരം എന്ന നിലക്ക് ഒരു ചെറിയ സംഖ്യ പോരാ. മനസ്സിലായില്ലേ? അത് പോരാ. അപ്പം സത്യത്തിൽ ഇവിടെ എനിക്ക് പറയാൻ തോന്നുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ നിശ്ചയിക്കപ്പെടുന്ന സ്ത്രീധനത്തിൻ്റെയും സ്വർണത്തിൻ്റെയും ഒക്കെ അത് ശരിക്കും ഭാര്യൻ്റെ കുടുംബമാണ് ഭർത്താവിന് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ പകുതിയെങ്കിലും മത്തായി ഭാര്യയ്ക്ക് കൊടുക്കാൻ അതേതായാലും തിരിച്ചു കൊടുക്കണം. കാരണം ഈ സ്ത്രീധനവും ആഭരണവും ഒക്കെ തിരിച്ചു കൊടുക്കണം. പ്ലസ് തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാൽ അത് ഞാൻ പറഞ്ഞല്ലോ, ഇസ്ലാമികം തന്നെ അല്ല. മനസ്സിലായില്ലേ? വാങ്ങിയവരൊക്കെ ശരിക്കും ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഇത് ശരിയല്ല എന്ന് തോന്നിയാൽ ഉടനെ തിരിച്ചു കൊടുക്കാൻ വേണ്ടത്, എന്നിട്ട് തൗബ ചെയ്യാം. ഇനി ഇങ്ങനെ ഒരു തലാഖ് സംഭവിക്കണമെങ്കിൽ തീർച്ചയായിട്ടും തിരിച്ചു കൊടുക്കണം. പ്ലസ് ഒരു മാന്യമായ മതാഅ് അത് നൽകുകയും വേണം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അഅലം.